ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കണം. ഇതൊരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി വരും. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും ചേർക്കരുത്, 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. നമ്മൾ പഞ്ചസാര ചേർത്ത് സവാള വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വഴന്ന് വരും. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കലാണ്. എങ്കിലേ നമ്മുടെ മുട്ട റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കണം സവാള. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതുണ്ട്, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ചേർത്തെടുത്ത പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് ഈ സവാള നന്നായി ഒന്ന് സോഫ്റ്റായി വരണം. ബ്രൗൺ നിറത്തിൽ നന്നായി വഴന്ന് വരണം, എന്നാലേ നമ്മുടെ മുട്ട റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം സവാളയൊക്കെ ഇവിടെ നന്നായി സോഫ്റ്റായി ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂണും നമ്മുടെ സാധാരണ മുളക് പൊടി 1.5 ടീസ്പൂണുമാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ എന്താണെങ്കിലും നമ്മൾ ഈ മുട്ട റോസ്റ്റിൽ ചേർക്കണം, എന്നാലേ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. കുരുമുളകും ഗരം മസാലയും വലിയ ജീരകം പൊടിയൊക്കെ ചേർത്താൽ തന്നെയുള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു സാധാരണ മുട്ട റോസ്റ്റായി മാറും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തതാണിത്. നല്ല പഴുത്ത തക്കാളി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടയണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ തക്കാളിയൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പോൾ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വരണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 5 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലും മുട്ടയും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. 1 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ആവി കൊള്ളിച്ചെടുത്താൽ മതി. മുട്ടയും മസാലയൊക്കെ നന്നായി മിക്സായി വരണം. അപ്പോൾ ഇവിടെ എല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയുടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അടിപൊളിയായ മുട്ട റോസ്റ്റ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. ഇനി ഇതുപോലുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്